ഓം നമഃശിവായ. 2025 മെയ് മാസം 14-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, മേടമാസം 31-ാം തീയതി, ബുധനാഴ്ച രാത്രി 10:07 വ്യാഴം അഥവാ ഗുരു ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറിയിരിക്കുന്നു. അതിൻ്റെ ഫലമായി തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര 3-4 പാദക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും വിശാഖ നക്ഷത്രം 1-2-3 പാദക്കാർക്കും വ്യാഴം അഥവാ ഗുരു 9-ാം ഇടത്തു കൂടി സഞ്ചരിക്കുകയാണ്. അടുത്ത വർഷം 2026 ജൂൺ മാസം 2-ാം തീയതി, കൊല്ലവർഷം 1201-ാം ആണ്ട്, ഇടവമാസം 17-ാം തീയതി, അർദ്ധരാത്രി കഴിഞ്ഞ് 1:50 മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കുന്നതുവരെ വ്യാഴം 9-ാം ഇടത്ത് സഞ്ചരിക്കുകയാൽ ഈ കാലത്ത് ജാതകർക്ക് വ്യാഴം ഭാഗ്യഭാവത്തിലേക്ക് വരികയാണ്. 9-ാം ഭാവം വ്യാഴത്തിന് ഇഷ്ടഭാവം ആകയാൽ ജാതകർക്ക് വളരെ വലിയ തോതിലുള്ള ഈശ്വരാനുഗ്രഹവും ഭാഗ്യാനുഭവങ്ങളുടെ കുത്തൊഴുക്കും ഈ കാലത്ത് ജാതകർക്ക് അനുഭവം ആകുന്നതാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്നതായ എല്ലാ അഭീഷ്ടങ്ങൾക്കും ഈ കാലത്ത് സാഫല്യമുണ്ടാകും. ദീർഘകാലമായി ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ വിവാഹവും മറ്റ് മംഗളകാര്യങ്ങളും യുവതീ യുവാക്കൾക്ക് അനുഭവം ആകുന്ന കാലമാണ്. തൊഴിലുകളും മറ്റും ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതായ തൊഴിലുകൾ ലഭ്യമാകും. ഇടപാടുകളിൽ നിന്ന് വളരെ വലിയ ധനലാഭങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. കൈയും മനസ്സും നിറയെ സമ്പത്തുകളും ജാതകർക്ക് വന്നു ചേരും. ബന്ധുജനങ്ങളുടെ വളരെ വലിയ സഹായങ്ങളും സഹകരണങ്ങളും ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടാകുകയും ചെയ്യും. ശുഭാനുഭവങ്ങൾ പുഷ്ടിയോടുകൂടി ലഭ്യമാകുന്നതിന് മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായിക്കുന്നതാണ്. വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം തുലാക്കൂർ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.